ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് സൺഡേ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ സൺഡേ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകിട്ട് സാറ്റർഡേ സൺഡേ എനിക്ക് എന്നും ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ സൺഡേ ഈവനിങ് ഡാൻസ് ക്ലാസ് അത്ര തന്നെ, ഇന്ന് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. രാവിലെ തന്നെ എണ്ണീറ്റ് ബെഡ്ഷീറ്റൊക്കെ മടക്കി കഴിഞ്ഞാൽ എനിക്കൊരു അലങ്കാര ചടങ്ങ് പോലെയാണ് കേസ്. എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ രാവിലെ എണീറ്റ് ഉടനെ ഫസ്റ്റ് ചെയ്യണ കാര്യമാണ് ഞാൻ ഫേസിൽ എണ്ണ തേക്കും. കാരണം എനിക്കത് തേച്ചിട്ട് കണ്ണിലുള്ള കരിയൊക്കെ പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. തലേ ദിവസം രാത്രി ചെയ്ത് കിടക്കേണ്ട സാധനമാണിതെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ മടി കാരണം ഞാനിത് ചെയ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ ഇന്നെന്തോ രാവിലെ കുളിച്ചു. അല്ലെങ്കിൽ ഞാൻ രാവിലെ കുളിക്കുന്ന സൺഡേ ഒരിക്കലും ഞാൻ കുളിക്കില്ല, കാരണം എനിക്ക് സൺഡേ ആണ് ഈ തലയിലുള്ള ഹെയർ കെയറും കാര്യങ്ങളൊക്കെ സാധാരണ സൺഡേ ആണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇന്നെന്തോ എനിക്ക് കുളിക്കാൻ തോന്നി. ഞാൻ എന്ത് ചെയ്തു, രാവിലെ കുളിച്ചു ഗൈസ്. അങ്ങനെ അപ്പോൾ ഗൈസ് അങ്ങനെ കുളിച്ചിറങ്ങി എനിക്ക് പിന്നെ വലിയ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും എനിക്കില്ല, പ്രത്യേകിച്ച് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രോഡക്റ്റ് ഒന്നും അങ്ങനെ ഉപയോഗിക്കില്ല. മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഡെയിലി ഉപയോഗിക്കും. പക്ഷേ എൻ്റെ സൺസ്ക്രീൻ തീർന്നങ്ങ് ഒറ്റയായി. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഇതിപ്പം കളയാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും അതിനെ കട്ട് ചെയ്ത് തന്നിട്ട് അതിനകത്ത് ബാക്കിയുണ്ട്. പിന്നെ ഞാൻ എന്തിനു കളയുന്നത്? അപ്പോൾ പിന്നെ എനിക്ക് അത് തന്നെ എനിക്കൊരു 2-3 ദിവസം ഉപയോഗിക്കാനുണ്ട് അതിനകത്ത്. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് അങ്ങനെ ലിപ് ബാമൊക്കെ ഇട്ട് ഇറങ്ങി. രാവിലെ കുളിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഫ്രഷായി. ഇല്ലെങ്കിൽ എൻ്റെ ഞായറാഴ്ച ഇങ്ങനെ മടി പിടിച്ചുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് ആക്റ്റീവായിരുന്നു ഞാൻ. അങ്ങനെ താഴെ ഇറങ്ങി പോവുകയാണ് ഗൈസ്, എന്തായിരിക്കും കഴിക്കാൻ എന്നൊരിതിൽ. ഞായറാഴ്ചയായിട്ട് എന്തായിരിക്കും. അമ്മ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയില്ല. അമ്മ ഡ്യൂട്ടിക്ക് പോയി ലേറ്റായിട്ടാണ് പോയത്. 10 മണിക്കാണ് അമ്മ പോയത്. അമ്മയ്ക്ക് ഇന്ന് എവിടെ, അമ്മയും കൊച്ചിനും കൂടെ ഇന്ന് എവിടെയാണ് മരണ വീട്ടിൽ, അങ്ങനെ എവിടെയാണ് പോയി. അങ്ങനെ അവർ പോയോണ്ട് തന്നെ പക്ഷെ അമ്മ രാവിലെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി. പിന്നെ ഞാൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദോശയും ചുട്ട് കറി സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ, സാമ്പാറുണ്ടാക്കി. ഇതാണ് കേസ് എൻ്റെ ദോശ. ദോശയും സാമ്പാറും എനിക്ക് ഭയങ്കര ക്രേസൊന്നും അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേസ്. അമ്മ ഉണ്ടാക്കിയോണ്ട് പറയാൻ നല്ല ടേസ്റ്റ്. അതിനിടയ്ക്ക് എൻ്റെ ചുണ്ടിൽ എന്തോ കടിച്ച് എനിക്കറിഞ്ഞു. രാവിലെ എൻ്റെ ഇപ്പോഴേ കടിച്ച്. പിന്നെ കവിളിൻ്റെ ഇവിടെ ആണെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം എനിക്കറിഞ്ഞ വൈറ്റ് കളർ ഇതായിട്ട് അതുപോലെ വരണം. എന്താണ് ചുണ്ട് ഭയങ്കര വേദനയുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. വേദനയില്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. എനിക്ക് അതും വീഡിയോ എടുക്കുന്ന കറക്റ്റ് ദിവസം തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ വരും. പിന്നെ എന്തോ എനിക്ക് അങ്ങനെ ഒരു വൈറ്റ് കളർ ഇതും കുളിച്ചപ്പോഴാണ് ഞാൻ കണ്ടതേനെ. പക്ഷെ ഇത്രയും ഇതാവുന്നതന്നെ. പക്ഷെ വൈകിട്ടായി ഇപ്പം ഇത്തിരി കുഴപ്പമില്ല. പക്ഷെ രാവിലെയൊക്കെ എനിക്ക് ഇത്തിരി തടുപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞായറാഴ്ച ആയപ്പോഴത്തേക്കും ഒന്ന് കപ്പയും ചിക്കനും വാങ്ങാൻ തോന്നി. അങ്ങനെ കപ്പയും ചിക്കനും വാങ്ങാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ചേച്ചിയും കൊച്ചിനും കൂടെ വന്ന്, അമ്മയും വന്നു. അവർ മരണ വീട്ടിൽ പോയെന്നല്ല, അവർ പോയിട്ട് വന്നു. അങ്ങനെ അവരെ വീഡിയോ എടുത്തതാണ് ചുമ്മാ. അവിടെ ചിക്കൻ കടയിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര ചിക്കനൊക്കെ വാങ്ങി. നമ്മുടെ വീടിൻ്റെ അവിടെ എപ്പോഴും സ്ഥിരം നമ്മളവിടെ കപ്പയൊക്കെ വയ്ക്കുന്ന ഒരു ആൻറ്റി ഉണ്ട്. അവിടെ നിന്ന് കപ്പയൊക്കെ വാങ്ങിയിട്ട് വീടെത്തി. അങ്ങനെ വീട്ടിൽ വന്നു ഗൈസ്. വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് നമുക്ക് ഇതൊക്കെ വെക്കണം. കാരണം അമ്മ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. കണ്ടോ കള്ളിപ്പെണ്ണ് എനിക്കെല്ലാം തന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയത് കണ്ടോ ഗൈസ്. അപ്പോൾ അമ്മ ഡ്യൂട്ടിക്ക് പോയാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. പിന്നെ അമ്മ എന്തായാലും ലേറ്റാവും. പിന്നെ അവിടെയും ജോലി ചെയ്യുമ്പോൾ ഇവിടെയും ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ചിക്കൻ ക്ലീൻ ചെയ്യണമല്ലോ അങ്ങനെ. പക്ഷേ ചിക്കൻ ക്ലീൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ എന്തെന്നറിയാമോ, ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ചിക്കൻ അവിടെ എടുത്ത് വെച്ചു. കാരണം എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിഞ്ഞൂടാ. അതെനിക്ക് എങ്ങനെ എന്തൊക്കെ ഇടുന്നു എനിക്കിട. പിന്നെ കപ്പ കട്ട് ചെയ്ത് അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ എനിക്ക് ഓക്കെയാണ്, ഞാൻ അതെല്ലാം ചെയ്യും. പക്ഷേ ചിക്കൻ എനിക്ക് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഞാൻ വയ്ക്കാൻ റെഡിയാണ്. കാരണം ഇപ്പോഴത്തെ ഈ കാലത്ത് യൂട്യൂബൊക്കെ ഉള്ളപ്പോൾ പേടിക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് എനിക്ക് പൊതുവേ കടുകൊക്കെ പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്, പേടിച്ച് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഈ ബീട്രൂട്ട് ഇടുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് അതൊക്കെ ഒരു പാത്രത്തിലാക്കണം. എനിക്കൊരു ചടങ്ങാണ് ഗൈസ്. പാത്രം കഴിയുമ്പോൾ എനിക്ക് പറയണ്ടല്ലോ, എനിക്കിത് ഇഷ്ടമുള്ള കാര്യം. ഞാൻ ഭയങ്കര സ്പീഡിലിട്ട് ഞാൻ ഭയങ്കര പതുക്കെയാണ് ഇവിടെ ചെയ്യണത്. ഞാൻ സ്പീഡിലിട്ട് കാണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്താവും വീട്. നിങ്ങൾക്ക് എന്നെ ബോറടിക്കും. അങ്ങനെ പാത്രം കഴിയണത് ഗൈസ്. കുറേ പാത്രമുണ്ട്. കുറേന്ന് വെച്ചാൽ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ കഴുകി. അങ്ങനെ അതൊക്കെ കഴിയണ ഇതിലാണ്. എനിക്കിപ്പോഴും എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണമെന്ന് അറിയാമോ. എനിക്ക് ഭയങ്കര വേദനിക്കണ ചുണ്ട്. എന്താണെന്ന് അറിഞ്ഞില്ല. എന്ത് എറുമ്പ് കടിച്ചാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ ഗൈസ്. ഭയങ്കര വേദനയാണ്.
അങ്ങനെ ഇത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതാണ് ആലോചിക്കണത് എന്ത്. പിന്നെ ഞാൻ ആലോചിക്കണേ ഞാൻ ചിക്കൻ എന്ത് ചെയ്യും, കാരണം എനിക്ക് ചിക്കൻ വയ്ക്കാൻ അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞ അമ്മ ഞാൻ കപ്പയും ചിക്കനും വെച്ച് വയ്ക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ, കാരണം അമ്മയ്ക്ക് അത്ര ആശ്വാസമല്ല. പിന്നെ വന്നിട്ട് അമ്മയ്ക്ക് വലിയ പണിയില്ല. പക്ഷേ ട്വിസ്റ്റ് ഇതൊന്നുമല്ല, എനിക്ക് ചിക്കൻ വയ്ക്കാൻ അറിയാം, യൂട്യൂബ് നോക്കിയോ ചിക്കൻ ക്ലീൻ ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പോൾ അതെന്ത് ഞാൻ അപ്പോഴപ്പോഴും അതാണ് അങ്ങോട്ട് നോക്കണം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് അമ്മമ്മ വന്നു. അമ്മമ്മയൊക്കെ തന്നെ പണ്ടത്തെ ആഹാരമില്ല. അപ്പോൾ അവർക്ക് ഈ മരിച്ചിനി മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു മാമന് ഞാൻ അങ്ങോട്ട് ഞാൻ മരിച്ചിനി എന്താന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനും അമ്മയും ഉടക്കാണ്, പിന്നെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഞാൻ പറയല്ല ഗൈസ്, അടിപൊളി ഞാൻ വച്ചോണ്ട് പറയല, അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഈ മരിച്ചിനിയും ചിക്കനൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഞാൻ അതാണ് ഞാൻ എടുത്തോണ്ട് അമ്മ നല്ല ടേസ്റ്റാണ്, അമ്മ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിയുന്നത്. അതിനിടയ്ക്ക് മായേച്ചി വന്നു. മായേച്ചി ഞാൻ വെറുതെ വിളിച്ചു ചുമ്മാ വീഡിയോ എടുക്കും. മായേച്ചി ഭയങ്കര പേടിയാണ്. ഇവിടെ എൻ്റെ അമ്മേരെയും സ്നേഹപ്രകടനമാണ്. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല കപ്പ നല്ല ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇന്നും ആസ് യൂഷ്വൽ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ക്ലാസ് ഞാൻ ശനി ഞായറും എനിക്ക് നോർമൽ ക്ലാസ്. ഇപ്പം എൻ്റെ തിരുവാതിര പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം മൺഡേ ഒക്കെ ക്ലാസ്സുകൾ. അങ്ങനെ ഡാൻസ് ക്ലാസ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് 4:30 തുടങ്ങണം. അതിന് മുന്നേ ഉള്ള ബാച്ചുകാരുടെ ക്ലാസ് കഴിഞ്ഞിട്ട് അവരെയൊക്കെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. കുറച്ച് പ്രാക്ടീസ് കൂടുതലായിരുന്നു. വീടെത്തി നമ്മളെ ബെഡിൽ കിടക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ ഗൈസ്, അത് വേറെ ലെവലാണ്. അപ്പോൾ എൻ്റെ പൊന്നി ഭയങ്കര സുഖം. വണ്ടിയൊക്കെ ഓടിച്ച് വന്നിട്ട് പ്രാക്ടീസ് എല്ലാം ചെയ്ത് വന്നിട്ട് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കുറേ തുണി മടക്കമുണ്ട്. കുറേന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് ഒന്നും അങ്ങനെ അന്ന് നനയ്ക്കാൻ പറ്റണില്ല. അങ്ങനെ ഉള്ളതൊക്കെ ഒരുമിച്ചിട്ട് നനയ്ക്കുമ്പോഴത്തേക്കും അത്രയും തുണി ഉണങ്ങി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറേ തുണി മടക്കാൻ കാണാം. അങ്ങനെ അതിരുന്ന് ഒറ്റയിരിപ്പ് മടക്കി വയ്ക്കണത് ഒന്നുമല്ല സീൻ. ഇതിനെ നമ്മളിനി അടുക്കി വയ്ക്കണമല്ലോ, അത് വേറൊരു സീനാണ്. പക്ഷേ എനിക്ക് സാരി മടക്കാറുണ്ടാണ്. ഞാൻ അമ്മയുടെ സാരിയൊക്കെ ഇങ്ങനെ മാറ്റി ഇടും. എന്നിട്ട് ഇത് ചുരിദാർ അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച ഡ്രസ്സ് അതെൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ്. എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ എടുത്തത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഡ്രസ്സ് ഭയങ്കര ക്യൂട്ടാണ്. തുണി ഇത്രയും മടക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മാങ്ങ കഴിക്കാൻ കൊതിയായി കൈസ്. അങ്ങനെ ഞാൻ മാങ്ങ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ കയറി ഇരിക്കണമെന്ന് അറിയാമോ, ഗ്യാസിൻ്റെ സൈഡിൽ. എനിക്ക് ആ സ്പോട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുഡ് കഴിക്കണമെങ്കിൽ വീട്ടിലാരും ഇല്ലെങ്കിൽ ഞാൻ അവിടെ കയറിയിരിക്കും. എനിക്ക് അവിടെ കയറുന്ന ആഹാരമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗായ്സ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം സെറ്റ് ആക്കാം ഗൈസ്. അപ്പോൾ ടിൽ ദെൻ ബൈ ഗായ്സ്, ലവ് യു ഓൾ, ബൈ, സീ യു.